മക്കയിലുള്ള മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ചത്തുകിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തുകൊണ്ടുവന്ന് ചാർത്തിക്കൊടുത്തു. സുജൂദിലേക്ക് പോയപ്പോൾ സുബ്ഹാനല്ലാഹ്, മുശ്രിക്കുകൾ കൈയടിക്കുന്നു. മുഹമ്മദിന്റെ തലയിൽ, മുഹമ്മദിന്റെ കഴുത്തില് ഞങ്ങൾ കുടൽമാലയിട്ടിരിക്കുന്നു, തലപൊക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. ഏതാനും സഹാബികളൊക്കെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെ അമ്പരന്ന് എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കുമ്പോൾ സയ്യിദത്തു ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, നബി തങ്ങളുടെ പൊന്നോമന മകളായ ഫാത്തിമത്തു ബദ്അത്തുൻ മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കെട്ടുപാടെന്ന് പറയുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അത് കണ്ട ഉടൻ തന്നെ ഓടി വന്ന് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ നിന്ന് കുടൽമാല വലിച്ചെറിയുകയും ദുഷ്ടന്മാരായ അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഭാഗത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അയ്യുഹൽ ഹംഖാ, നിങ്ങൾ ആരാണ്, ധൈര്യമുണ്ടോ ഒന്നുകൂടി അത് ഇടാൻ? റസൂലുള്ളാഹിന്റെ കഴുത്തിൽ കുടൽമാല ഒന്നുകൂടി ഇടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരു പെണ്ണ് ആ കുഫാറുകളുടെ സമൂഹത്തിലൊക്കെ അങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ അവര് മുഴുവനും പേടിച്ച് ഓടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഫാത്തിമത അസ്സഹ്റാഇ മക്കാനത റജുലി, പുരുഷന്റെ സ്ഥാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹു തആല കൊടുത്തു, അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു. ഒരു പെണ്ണിന്റെ സ്ഥാനമല്ല, ഒരു വലിയ പുരുഷന്റെ സ്ഥാനം ഫാത്തിമ ബീവിക്ക് കൊടുത്തു. എന്തുകൊണ്ട്? അവിടുത്തെ മകളായത് കൊണ്ടല്ല. മകള് നേരത്തെയും മകളാണല്ലോ. ഈ സമയത്ത് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു വലിച്ചു നീക്കി അവിടത്തോടുള്ള മഹബ്ബത്ത് പ്രകടമാക്കിയത് കൊണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് പുരുഷന്മാരുടെ സ്ഥാനമാണ് ഇസ്ലാം നൽകിയത്. ആ ഫാത്തിമ ബീവിയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരെയും ഫാത്തിമ ബീവിയെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരെ നാലുപേരെയും കിടത്തി അല്ലാഹുവിന്റെ ഹബീബ് ഒരു പുതപ്പിട്ട് മൂടിക്കൊണ്ട് അസ്ഹാബുൽ അബാദ് എന്ന ആ പേര് അവർക്ക് കൊടുത്തു. വലിയ സ്ഥാനം കൊടുത്തു, പേരിട്ട് ആ പുതപ്പിന്റെ ചുവട്ടിലിട്ട് അവർക്ക് പ്രത്യേകമായ അഹ്ലു ബൈത്തിന്റെ അധികാരം കൊടുത്തു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് മാലികി തങ്ങളവர்களுം ഇവിടെ ഈ സ്റ്റേജിൽ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് സയ്യിദന്മാർ, അൽഹംദുലില്ലാഹ്, ഈ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി, സംഘടനയുടെ ശക്തി മാത്രമാണ് ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ അഹ്ലു ബൈത്തിന്റെ പരമ്പര, സയ്യിദുമാരുടെ പരമ്പര ആ സ്വഹാബുൽ അബായിൽ നിന്ന് വരുന്നു, ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വരുന്നു, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വരുന്നു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വരുന്നു. റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഫാത്തിമ ബീവിക്ക് പുരുഷന്റെ സ്ഥാനം കൊടുത്തു. അതുപോലെ റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പന്മാരിൽ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, ഇങ്ങനെയാണല്ലോ ഉപ്പാപ്പന്മാരുടെ പേര്. റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പന്മാര് ആദം നബി അലൈഹിസ്സലാം വരെ ഉണ്ട്. എല്ലാം ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പന്മാരുടെ പേര് 20 നമ്മൾ പഠിക്കല്. ഈ 20 അവിടെ നിന്ന് അങ്ങോട്ട് ആദം നബി അലൈഹിസ്സലാം വരെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബാപ്പയുടെ പേര് ആസർ എന്നല്ല, താറഹ് എന്നാകുന്നു. ആസർ മുശ്രിക്കാണെങ്കിൽ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവ് താറഹ്, അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹിയുടെ ഉപ്പാപ്പമാർ ആദം നബി അലൈഹിസ്സലാം വരെ അതാ എണ്ണപ്പെട്ടിരിക്കുന്നു, അറിയപ്പെട്ടിരിക്കുന്നു, തിരപ്പെട്ടിരിക്കുന്നു. ആ ഉപ്പാപ്പമാരിൽ അബ്ദുമനാഫിന് 4 ആൺകുട്ടികൾ. ആ 4 ആൺകുട്ടികളിൽ 2 പേർ റസൂലുള്ളാഹിക്ക് എതിരു നിന്നു. എപ്പോ റസൂലായി നുബുവത്ത് കിട്ടി പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് എതിരു നിന്നു. 2 കുട്ടികളോ എതിര് നിന്നില്ല. അതുകൊണ്ട് വ്യത്യാസം എന്താണ്? ആലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖാരിബുൽ മുഅ്മിനൂന മിൻ ബനി ഹാസിം വൽ മുത്തലിബി. അബ്ദുമനാഫിന്റെ 4 മക്കളുള്ളതിൽ 2 മക്കളുടെ പരമ്പരക്ക് ആലുൻ നബി എന്ന സ്ഥാനം കൊടുത്തു. മറ്റേ 2 മക്കൾക്ക് ആലുൻ നബി എന്നുള്ള പരമ്പരയല്ല, സ്ഥാനല്ല. എന്താ കാരണം? മറ്റേ 2 മക്കൾ റസൂലുള്ളാഹിന്റെ എതിരാളികളാ, റസൂലുള്ളാഹിനോട് സഹകരിച്ചില്ല. എപ്പോൾ? നുബുവത്ത് കിട്ടിയപ്പോഴല്ല, അതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിക്ക് വലിയ സ്ഥാനമുണ്ട്. നുബുവത്ത് കിട്ടിയപ്പോ എന്തോ ഒരു അധികാരം കൊടുത്ത് ഒരു പോസ്റ്റ് ഇങ്ങോട്ട് കിട്ടിയതല്ല. ആ 40 വയസ്സിന്റെ മുമ്പ് തന്നെ വലിയ സ്ഥാനമാണല്ലോ അല്ലാഹുവിനുള്ളത്. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിനോട് യോജിക്കാത്തതിന്റെ പേരിൽ അവർക്ക് അല്ലാഹു തആല ആലി എന്ന പേര് കൊടുത്തില്ല, സ്ഥാനം കൊടുത്തില്ല. ബാക്കിയുള്ള 2 പേര് യോജിച്ചതുകൊണ്ട്, റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ചതുകൊണ്ട് അവർക്ക് അതാ ആലി എന്ന പേര് കിട്ടി, സ്ഥാനം കിട്ടി. ആലുന്നബി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുഅതാഗദ ബിയദിൽ യമീൻ സഹിഫതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലി അവരാണ്. എനിക്ക് ദരീഅത്ത്, എനിക്ക് കുടുംബം, അതാണ് എന്റെ വഴി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ അഹ്ലു ബൈത്തിന്റെ പദവി വളരെ വലിയ പദവിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടു, അല്ലയോ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ, ആയിഷ, ഒരു മനുഷ്യൻ അവന്റെ നഫ്സിന്റെ ഗുണങ്ങളും അഹ്ലു ബൈത്തിന്റെ ഗുണങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏതാണ് സ്വീകരിക്കേണ്ടത് ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബ പരമ്പരയുടെ കാര്യമാണ് ഒന്നാമത്തെ സ്ഥാനമായി എടുക്കേണ്ടത്, സ്വന്തം നഫ്സിന്റെ കാര്യമല്ല എന്ന് പറഞ്ഞു കൊടുത്തുവെങ്കിൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ കുടുംബ പരമ്പരകളെയും അഹ്ലു ബൈത്തിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവർക്കാണ് സ്ഥാനം ഇസ്ലാം നൽകിയത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നിസ്കാരത്തിന്റെ ഉള്ളിൽ പറയുമ്പോൾ ഈ ആലിൽ പെടാതെ പോയില്ലേ ഒരു മാപ്പന്റെ 2 മക്കള്, 4 മക്കളുള്ളതിൽ 2 ആള് പെടാതെ പോയില്ലേ? എന്തുകൊണ്ട് പെടാതെ പോയി? റസൂലുള്ളാഹിനോട് മഹബത്ത് വെക്കാത്തത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ എതിർ ഗ്രൂപ്പിൽ നിന്നതുകൊണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തമാണ് അല്ലാഹു ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം എന്താണോ അതാണ് അല്ലാഹു തആല ചെയ്യുക. നബാത്തത്തുൽ മിസ്രിയയുടെ വെള്ളിയാഴ്ച ഓതുന്ന ഖുതുബയിൽ ഒരു സ്ഥലത്ത് കുഫ്രിയത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട്
ഒരു മൗലവി എഴുതുകയുണ്ടായി. എഴുതിയ മൗലവിയെയും എഴുതിയ ഗ്രന്ഥത്തെയും എല്ലാം എനിക്കറിയാം, ഞാനിപ്പോൾ പറയുന്നില്ല. എന്താണ് നബാത്തിയ ഖുതുബയിൽ കുഫ്രിയത്തുള്ളത്? വകുല്ലുഹും യത്ലുബൂന റിളാഇ വഅന അത്ലുബു റിളാക യാ മുഹമ്മദ് എന്ന് നബാത്തിയ ഖുതുബയിലുണ്ട്. അല്ലാഹു തആലാനെ തൊട്ട് അല്ലാഹുവിന്റെ ഖുദ്സിയായ ഹദീസായി അല്ലാഹു തആല പറയുന്നതായി കാണാം. അതിലുണ്ട് അല്ലാഹു പറയുന്നത് എന്താണ്? എല്ലാവരും എന്റെ പൊരുത്തത്തെയാണ് തേടുന്നത്. മുഹമ്മദ് നബിയെ ഞാൻ തങ്ങളെ പൊരുത്തത്തെ തേടുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല മുഹമ്മദ് നബിയുടെ പൊരുത്തത്തെ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ശിർക്കും കുഫ്റും ഉണ്ട് എന്ന്. എന്നാൽ ഖുർആനിലും ഉണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. ഇവിടെ റബീഉൽ അവ്വൽ മൗലിദ് കഴിക്കുന്നതിനെ എതിർത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ സെൽസബീൽ എന്നൊരു മാസികയുടെ 4-ാം പുസ്തകത്തിന്റെ 44-ാമത്തെ പേജിൽ പറയുകയുണ്ടായി, ഇന്നത്തെ മൗലിദുകളിൽ ഒരുപാട് ശിർക്കിന്റെ പദങ്ങളുണ്ട് എന്ന് പറഞ്ഞതിനായി ചോദിച്ചോട് അതിൽ ശിർക്കിന്റെ പദങ്ങളൊന്നുമില്ലല്ലോ. ചോദിച്ചാണ് ഇയാളോട് ചോദിച്ചതാണ്, മറ്റുള്ളവരുണ്ട് എന്നല്ല. എന്നാൽ ശിർക്കിന്റെ പദങ്ങളൊന്നുമില്ലാത്ത മൗലിദ് പാരായണം ചെയ്താൽ, ഖുർആനും ഹദീസും മാത്രം എടുത്തുകൊണ്ട് മൗലിദ് പാരായണം ചെയ്താൽ ആ മൗലിദ് ഓതൽ തെറ്റുണ്ടോ എന്ന ചോദ്യത്തിന് സെൽസബീൽ 4-ാം പുസ്തകത്തിന്റെ 44-ാമത്തെ പേജിൽ പറഞ്ഞ മറുപടിയാണ്, ആ പ്രസ്തുത മൗലിദിൽ ശിർക്കിന്റെ പദങ്ങളില്ലെങ്കിലും മുഹമ്മദ് നബിയുടെ പൊരുത്തം കരുതുക എന്ന വിഷയം അതിലുണ്ട്. അതിനാൽ ആ മൗലൂദ് ഓതിയവനും കാഫിറാകും. പരസ്യമായി എഴുതിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ ആവശ്യമുള്ളവർക്ക്. മുഹമ്മദ് നബിയുടെ പൊരുത്തം വേണം എന്ന കാരണത്താൽ ആ മൗലൂദ് ശിർക്കിന്റെ പദങ്ങളൊന്നുമില്ലാത്ത ആയത്തും ഹദീസും മാത്രം എടുത്തുകൊണ്ടുള്ള മൗലിദാണെങ്കിലും അത് ഓതിയ കാഫിറായി പോകുന്ന സഹോദരന്മാരെ, എന്നാ ഖുർആൻ ഓതിയാൽ എന്ത് ചെയ്യും? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിൽ പോയി അവിടെ 16-17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയായി. ആ സമയത്തെല്ലാം കഅബത്തിലേക്ക് തിരിയാനുള്ള ഓർഡർ വരുന്നോ ഇല്ലേ എന്ന ഒരു പ്രത്യാശയിലാണ് അല്ലാഹുവിന്റെ ഹബീബ്. കഅബത്തിലേക്ക് തന്നെ തിരിയാൻ ഓർഡർ കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഓ ഹബീബായ നബിയെ, കഅബത്തിലേക്ക് തിരിയാനുള്ള ഓർഡർ വരുന്നു എന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായി അല്ലാഹു അറിയുന്നുണ്ട്. എന്നാൽ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ, തങ്ങൾ പൊരുത്തപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിക്കുകയാണ് നബിയെ. തങ്ങളെ പൊരുത്തം ഏത് ഖിബ്ലയിലേക്ക് തിരിയലാണോ ആ ഖിബ്ലയിലേക്ക് തിരിക്കാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇന്നു മുതൽ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയൂ നബിയെ.
നോക്ക്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ. റസൂലുള്ളാഹിന്റെ പൊരുത്തം ഏതാണോ ആ പൊരുത്തമനുസരിച്ച് ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. ഏതാനും ദിവസങ്ങൾ പിന്നീട് വഹി വരാതെയിരുന്നു. അപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹിനെ ഉപേക്ഷിച്ചു എന്നും റസൂലുള്ളാഹിനെ അല്ലാഹു തആല ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്നും ശത്രുക്തിയപ്പോൾ അല്ലാഹു ഇറക്കിയ ആയത്താണ് വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. അല്ലോ വലസൗഫ യുഅതീക റബ്ബുക, ഓ ഹബീബായ നബിയേ, തങ്ങൾക്ക് തങ്ങളുടെ റബ്ബ് തരും. ഫതർല്ലാഹ്, തങ്ങൾ പൊരുത്തപ്പെടും. തങ്ങൾക്ക് പൊരുത്തപ്പെടാനുള്ള എല്ലാം അല്ലാഹു തആല തരുമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പൊരുത്തപ്പെടുന്നുവോ അത് മുഴുവനും അല്ലാഹു കൊടുക്കുന്നു. അല്ലാഹു എന്ന് പൊരുത്തപ്പെടുന്നുവോ അത് മാത്രം അല്ലാഹുവിന്റെ ഹബീബ് ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട തിരക്കല്ലാതെ ഒരു ചെറിയ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു ചെറിയ 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 കാര്യം പോലും ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ആ നിലക്ക് അല്ലാഹു തആലയുടെ പൊരുത്തം കരുതിക്കൊണ്ട് അല്ലാഹു തആല പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്യുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഈ ലോകത്തുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ മാത്രമല്ല കൊടുത്തത്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ലക്ഷക്കണക്കായ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയം, സൂര്യൻ വളരെ അടുത്ത് ഉദിപ്പിക്കപ്പെടുന്ന സമയം, ജനങ്ങൾ വിയർപ്പിൽ മുങ്ങുന്ന സമയം, ആരെങ്കിലും പിടിച്ച് ശഫാഅത്ത് ചെയ്യിപ്പിച്ച് നമുക്ക് വിചാരണക്ക് എടുപ്പിക്കാമെന്ന് കരുതുമ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെയും നൂഹ് നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രശസ്തരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അമ്പിയാക്കളെ കണ്ട് ഞങ്ങളെ കാര്യം ഒന്ന് ബേജാറിലാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യിപ്പിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്ത് വിചാരണക്ക് എടുപ്പിക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു. എന്തിനാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനം അവിടെ വെളിച്ചത്ത് വരണം, നബി തങ്ങളെ മഹത്വം അവിടെ വെളിച്ചത്ത് വരണം. അതിനുവേണ്ടി എല്ലാ അമ്പിയാക്കളും ഒഴിഞ്ഞു മാറി. എല്ലാവരും മാറിയപ്പോൾ അതാ അല്ലാഹുവിന്റെ ഹബീബിനെ സമീപിക്കുന്നു. ആ സമയത്ത് അവിടുന്ന് പറയുന്നു, അനലഹ, ഞാനതിന് അർഹനാണ്, അല്ലെങ്കിൽ ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ശഫാഅത്തിന് ഒരുങ്ങുമ്പോൾ, സുജൂദിലേക്ക് തലവീടുമ്പോൾ, ഓ നബിയെ, തങ്ങൾ തല ഉയർത്തിക്കളയൂ, തങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതാ തല ഉയർത്തിക്കളയുന്നു, ചോദിക്കുന്നു ശഫാഅത്ത്. അശ്ശഫാഅത്തുൽ ഉളമാ എന്ന അതിഗുണമായ ശഫാഅത്ത് റസൂലുള്ളാഹിക്ക് നൽകപ്പെടുന്നു സഹോദരങ്ങളെ. അങ്കിലേ ആ ശഫാഅത്ത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അല്ലാഹുവിന്റെ മലായികത്തും മറ്റ് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ശഫാഅത്ത് ചെയ്തു അതാ കുറെ അധികം ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അവസാനം നരകത്തിൽ ഇത് ഒറ്റ കുറഞ്ഞ ആളുകൾ മാത്രം, ഈമാൻ മാത്രമുള്ള ആളുകൾ ബാക്കിയുള്ളപ്പോൾ
അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും വീണ്ടും അവർക്ക് ശഫാഅത്ത് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തുന്നു. അവസാനം അല്ലാഹു പറയുന്നു ശഫാഅത്തിൽ മലായികത്തു വൽ അംബിയാ വസ്സാലിഹൂൻ വലം യബ്ഖ ഇല്ലാ അർഹമുർ റഹീമീൻ. ഓ ഹബീബായ നബിയേ, അംബിയാക്കൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, മലായികത്ത് ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു. അർഹമുർ റഹീമായ ഞാൻ മാത്രം ബാക്കിയുണ്ട്. തങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ തങ്ങൾക്ക് വേണ്ടി നരകത്തിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തുന്നു. ഔലിയാക്കളും ശഫാഅത്ത് ചെയ്ത് കഴിഞ്ഞുപോയി. ഇനി ഞാൻ എന്റെ വകയായി മുഴുവൻ മുഅ്മിനീങ്ങളെയും നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങളെയും നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ ശഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് നമുക്ക് വേണം. ശഫാഅത്ത് കിട്ടണമോ എങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക, റസൂലുള്ളാഹിനെ പ്രിയം വെക്കുക, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുക, പ്രശംസിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക, അവിടുത്തെ കൽപ്പനകൾ സ്വീകരിക്കുക. ഇത് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി മർക്കസ് തഖാഫത്തി സുന്നിയയുടെ ഓരോ സ്ഥാപനമാണ് ഈ പൂനൂരിലും നടക്കുന്നത്. മർക്കസ് തഖാഫത്തി സുന്നിയയുടെ ബ്രാഞ്ച് എന്ന് പറയണ്ടാന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെ കാലത്ത് തന്നെ മർക്കസിന് ബ്രാഞ്ചില്ല എന്നോട് പറഞ്ഞതാ. പക്ഷേ മർക്കസിന്റെ ബിൽഡിംഗ് ഒന്നെടുത്തു കൊടുത്തല്ലേ മേലെ വേറൊന്നും എടുക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവനും എടുത്തോ, അത് മുഴുവനും മർക്കസ് തന്നെയാണ്. മർക്കസിന്റെ ബ്രാഞ്ച് എന്ന് നീ പറയരുത് എന്ന് എന്നോട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടുന്ന് പറഞ്ഞ ഉദ്ദേശം? ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ കുറഞ്ഞു പോകുന്നു തന്നെ അതിന്റെ അർത്ഥം. അതായത് എന്നോട് വ്യക്തമായി പറഞ്ഞതാ, മർക്കസിന്റെ ഒരു ബ്രാഞ്ച് ഞാൻ ഒരു സ്ഥലത്തെ സമയത്ത് പറഞ്ഞു വന്നപ്പോ ബ്രാഞ്ചില്ല, മർക്കസിന് ബ്രാഞ്ചില്ല തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, പല സ്ഥലത്തും നമുക്ക് സ്ഥാപനം ഉണ്ടാക്കാം. മർക്കസ് തന്നെ ഒരു കെട്ടിടമുള്ളോർത്താ മറ്റേ കെട്ടിടോ ചോദിച്ചാ അല്ല. അപ്പൊ കെട്ടിടം പല സ്ഥലത്തുണ്ട്. നീ ഇന്ത്യ രാജ്യം മുഴുവൻ ഉണ്ടാക്കിക്കോ, എവിടെയാ ഉദ്ദേശിച്ചത് അവിടെ ഒക്കെ ഉണ്ടാക്കിക്കോ, പക്ഷെ ബ്രാഞ്ചല്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു എന്താണ് അവിടുത്തെ കറാമത്ത്? അവിടുത്തെ കറാമത്ത് ഇതൊക്കെ അവിടുത്തെ കറാമത്ത് തന്നെ. അങ്ങനെ മർക്കസിന്റെ ഒരു ഭാഗം ആണ് ഈ കാണുന്ന കെട്ടിടവും, നമ്മുടെ മുമ്പിൽ കാണുന്ന കെട്ടിടവും, പൂനൂർ അങ്ങാടിയിലുള്ള ഇശാഅത്ത് സുന്നയും അതിന്റെ മുമ്പിലുള്ള ഹോസ്പിറ്റലും എല്ലാം മർക്കസ് തഖാഫത്തി സുന്നിയയുടെ സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ അതിമഹത്തായ ലക്ഷ്യങ്ങളിൽ ഒന്ന് മതഭൗതിക സാങ്കേതിക വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയെ വളർത്തിയെടുക്കൽ, സുരക്ഷിതമായിട്ട് അടിയുറപ്പിച്ച് നിലനിർത്തലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ദുആ നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي
خير النبي إننا نرجو إليك إسعادك للعطاء يوم نشر كتابي يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أرحم الراحمين ملك الملوك يا റഹ്മാനായ റബ്ബേ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാനും ആലിമീങ്ങളെ സ്വീകരിക്കാനും സയ്യിദന്മാരെ സ്വീകരിക്കാനും ഇവിടെ ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തിയാക്കി തരണം റഹ്മാനേ. എത്രയോ ദിവസങ്ങളായി ഈ തലം ഗ്രൗണ്ട് നന്നാക്കുന്നതിനും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതിനും മറ്റ് പല ആവശ്യങ്ങൾക്കും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ നാട്ടുകാരും അയൽനാട്ടുകാരും പ്രവർത്തകരും വളണ്ടിയർമാരും എല്ലാവരും ഉണ്ട്. അർഹമർറാഹിമായ റബ്ബേ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശം നീ പൂർത്തിയാക്കണം റഹ്മാനേ. ഇന്നും ഇന്നലെയുമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഫോണുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഫോണുകൾ. അല്ലാഹ് ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് അകലെയുള്ള സഹോദരന്മാരുടെ സഹായം കൊണ്ടാണ്. ആ സഹോദരന്മാർക്ക് മുഴുവനും നീ ഖൈറ് ഏറ്റിക്കൊടുക്കണം റഹ്മാനേ, ബർക്കത്ത് ഏറ്റിക്കൊടുക്കണം റഹ്മാനേ, സർവ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു നല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ, നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾ എത്ര ദോഷികളാണെങ്കിലും പാപികളാണെങ്കിലും നീ പുറത്തു തരണം റഹ്മാനേ. നിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണം റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും സർവദോഷങ്ങളും പൊറുക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ സർവ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണം റഹ്മാനേ. ഞങ്ങൾക്ക് ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ആ കടങ്ങൾ നീ എത്രയും പെട്ടെന്ന് വീട്ടി തരണം റഹ്മാനേ. അല്ലാഹുവേ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും നടത്താനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾ മനസ്സിൽ പ്ലാനുണ്ട്. അതെല്ലാം ഇട്ടു തന്നത് നീയാണല്ലോ റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ഖൽബിലുള്ള മുഴുവൻ നല്ല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് ദീർഘായുസ്സ് തരണം റഹ്മാനേ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനേ. ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് മുറുകെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ യുവാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പഠിച്ചവനെ ബീരാൻകുട്ടി മുസ്ലിയാർ എത്രയോ പ്രായമുള്ള ആള്, രോഗിയായ ആളാണ്, ഇടക്കര. അദ്ദേഹം അടക്കം ഇവിടെ വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയൊരു പണ്ഡിതനാണ്. ഇപ്പൊ ആരോഗ്യമില്ലാത്തത് കൊണ്ട് എവിടെയും പോകാറില്ല. അവരടക്കം ഇവിടെ വന്നിരിക്കുന്നു. ഈ സയ്യിദന്മാരൊക്കെ വന്നിരിക്കുന്നു. നമ്മളെ പ്രവർത്തകന്മാരെല്ലാം ഇരിക്കുന്നു. നിന്റെ ഹബീബായ റസൂലുള്ളാഹിയോടുള്ള മഹബത്തിന്റെ പേരിലാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങളെ ആരെയും ആ മഹബത്തിൽ നിന്ന് ഒഴിവാക്കല്ലേ റഹ്മാനേ. റസൂലുള്ളാഹിനെ ധാരാളമായി കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ സർവ പ്രവൃത്തിയിലും റസൂലുള്ളാഹിന്റെ ഇർഷാദ് നൽകണേ റഹ്മാനേ. ഞങ്ങൾ തുടങ്ങുന്ന സ്ഥാപനങ്ങളിലും ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഷാദ്, അവിടുത്തെ നോട്ടം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അത് നീ എടുത്തുകളയല്ലേ റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നൽകണേ റഹ്മാനേ. ഞാൻ ഒരു ദിവസം
ഇങ്ങനെ ഉറക്കത്ത് കാണുന്നു. ബഹുമാനപ്പെട്ട വലിയ തങ്ങൾ എന്നും പുഴയിൽ കുളിക്കാൻ പോകും. രാവിലെ 1 മണിക്കൂറോളം കുളിക്കാൻ സമയം വേണം. ആ കുളിച്ചു വരുന്നു, ആ നല്ല തുണിയും കുപ്പായൊക്കെ ഇട്ട് ശുചായിട്ട് തങ്ങളിങ്ങനെ ഒരു വരമ്പുമ്മൽ കൂടി വരുന്നു. തങ്ങളെ പിന്നിൽ ഞാനും നടക്കുന്നു, വേറെയും കുറച്ചാളുണ്ട്. അപ്പൊ ഉണ്ട് ബാക്കിന്നൊരു ആന വരുന്നു. സുബ്ഹാനല്ലാഹ്, എൻ്റെ പേടി, ഭയങ്കര പേടി. ആന വരുന്നല്ലോ തങ്ങളെന്ന് പറഞ്ഞു. നമ്മൾ നടക്കുക എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നടന്നു. ആനങ്ങോട്ട് ഇങ്ങനെ അടുത്തെത്തി. ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ ആന താഴെ വരമ്പും വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി. ഞങ്ങൾ നേരെ പോകും. ഈ ബഹുമാനപ്പെട്ട വലിയ തങ്ങൾ കണ്ടതാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഒരാനയും പേടിയില്ല എന്നർത്ഥം. ആനെ പേടിക്കണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഞാനങ്ങനെ പേടിയാതെ പണ്ടേ പറയുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തമാശയാക്കിയാലും അല്ലെങ്കിൽ കാഫിയൊക്കെ എന്താണ് ആന എത്ര പേടിയത്. ഇപ്പൊ കണ്ടൊരു ആനെ കുത്തി തള്ളിയിട്ട് ആന പാപ്പനെ കൊന്ന് അതൊരു പക്ഷേ നടാർത്ത പരിശോധന നമ്മളെ ആയിപ്പോയാലോ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട വലിയ തങ്ങൾ, അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ലഹ്ദൽ തങ്ങൾ, അവരുടെ കുടുംബം തന്നെ വലിയ സയ്യിദന്മാർ. അബൂബക്കർ തങ്ങൾ ഇരുന്ന സ്ഥലത്ത്, പാറമ്മൽ നടന്ന സ്ഥലത്ത് അവിടെയൊക്കെ നേർച്ച നടത്തിയ ആളുകൾ. അവരെ ഉപ്പാപ്പയാണ്. എന്താ കാരണം? അവിടെയൊക്കെ കറാമത്തിന്റെ അടയാളങ്ങളാണ് ആ മഹാന്മാരായ സയ്യിദന്മാർ. അതുപോലെ സാധുവായ എനിക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, ഖുർആൻ പഠിപ്പിച്ചു തന്ന അബ്ദുള്ള ഉസ്താദ്, അതിനുശേഷം പഠിപ്പിച്ചു തന്ന അബ്ദുൽ ഹമീദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പോക്കർകുട്ടി ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദ്, അതുപോലെ ഉസ്താദുള്ള സാത്തീദ്, ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, അങ്ങനെ തുടങ്ങി എനിക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ, ഇവിടെ താലിമീങ്ങളെ എല്ലാവരുടെയും നേതാക്കന്മാരായ ഉസ്താദുമാർ, അതുപോലെ ബഹുമാനപ്പെട്ട സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ. എല്ലാ പരിപാടിയിലും ഇതുപോലത്തെ പരിപാടിയിൽ തീരുന്നത് വരെ ഇരുന്നിരുന്ന മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഹൈദർ ഹാജി, അബ്ദുസ്സമദ് മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ. ഈ നാട്ടിൽ തന്നെ 40 മഹല്ലിലധികം ഖാദിയായിരുന്ന വലിയ പണ്ഡിതൻ, സ്പീക്കറില്ലാതെ, ലൗഡ് സ്പീക്കറില്ലാതെ വഴന്നു പറഞ്ഞിട്ട് ഈ പരിസര പ്രദേശത്തുള്ള 100 കണക്കിന് മഹല്ലത്തുകളിൽ പള്ളിയും മദ്രസയും ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട മർഹൂം കുഞ്ഞിബ്രാഹിം മുസ്ലിയാർ. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ രംഗത്ത് ഇവിടെ ജനങ്ങൾക്ക് ധൈര്യം പകരുന്നതിന് കാരണവന്മാരുടെ കൂട്ടത്തിൽ, മുതലാളിമാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളായിരുന്നു മർഹൂം ആറുമരക്കാർ ഹാജി. ഞാനിതിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ പണക്കാരും ഇന്നത്തെ ആളുകളും മനസ്സിലാക്കാനാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഇവിടെ വിവാഹം ചെയ്തവർ അടക്കം മുജാഹിദ് ആശയത്തിലായപ്പോൾ ഞങ്ങൾ സുന്നികളാണ്, സുന്നികളുടെ ആശയം നിലനിർത്താൻ വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ആറുമരക്കാർ ഹാജി ചോദിക്കുകയും അങ്ങനെ തയ്യാറാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പൂനൂരിൽ ഒരു വാദപ്രതിവാദം നടന്നു. ആ വാദപ്രതിവാദത്തിന് ഇന്ന് കൂടിയതുപോലെ ധാരാളം ആളുകൾ പറമ്പുകളിലൊക്കെ കൂടിയിരുന്നു. അതിനുശേഷം നന്മണ്ടയിൽ വെച്ച് മുജാഹിദുകൾ വീണ്ടും സുന്നികളെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിയെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നേരിട്ടു, ആലിമീങ്ങൾ നേരിട്ടു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വലിയ ശക്തിയുണ്ടാക്കി ആറുമരക്കാർ ഹാജി. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ഗുണമെത്തിക്കുകയില്ലെന്ന് അറിയിക്കുന്ന ഖുർആനിന്റെ ആയത്ത് മർഹൂം എൻ അബ്ദുള്ള മുസ്ലിയാർ കോളിക്കൽ വെച്ച് വഅദ് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് ചാടിക്കൊണ്ട്, എനിക്ക് 10 ഏക്കർ വരുന്ന ഒരു സ്ഥലമുണ്ട്, തെങ്ങിൻ തോട്ടം, ഞാൻ അത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വഖഫ് ചെയ്ത ആ മരക്കാർ ഹാജി, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇമ്പിജ് മൊയ്തീൻ ഹാജിയുടെ സ്ഥലമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്.
ഇമ്പിച്ചി മൊയ്തീൻ ഹാജി താമസിച്ചിരുന്ന വീടാണ്. ആ വീട്ടിൻ്റെ തറയിലാണ് നമ്മളിപ്പോൾ പ്രസംഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഖളാ അനുസരിച്ച് നമ്മുടെ കയ്യിൽ ഇത് വന്നു. ആ മരക്കാർ ഹാജിയെയും മകനെയും നമുക്ക് ഓർക്കാതെ സാധ്യമല്ല. അതുപോലെ പൂനൂരിൽ സുന്നത്ത് ജമാഅത്ത് സ്ഥാപിച്ച പാലന്തലക്കൽ അഹമ്മദ് ഹാജി, മൈലക്കാട്ട് കണ്ടി ആലി ഹാജി, അവരുടെ മക്കൾ മരിച്ചുപോയ ഇബ്രാഹിം ഹാജി, ബീരാൻ ഹാജി തുടങ്ങി അങ്ങനെ ആളുകൾ, ഹുസൈൻ ഹാജി, അബൂബക്കർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ പൂനൂരും പരിസരത്തും സുന്നത്ത് ജമാഅത്ത് ശക്തിയാക്കാൻ പ്രവർത്തിച്ചവരുണ്ട്. KP അഹമ്മദ് കുട്ടി ഹാജിയുടെ പീടികയിൽ പെട്രോൾ മക്സ് കത്തിച്ച് ഞങ്ങൾ സുന്നികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്തൊരു പീടികയുടെ മുകളിൽ പെട്രോൾ മക്സ് കത്തിച്ചു വെച്ച് മുജാഹിദുകളും ഗണ്ണന പ്രസംഗം നടത്തി. ഒരു ദിവസം നടത്തി, രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ മറുഭാഗത്ത് വിളക്ക് മാത്രം, ആളെ കാണാനില്ല. ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ അന്ന് 5 മണിക്കൂർ നേരം പ്രസംഗിച്ചു. ഞാനും ഒക്കെ അന്ന് പ്രസംഗിച്ച് പഠിക്കുന്ന കാലമാണ്. KP ഹാജി അപ്പോൾ മിഠായി വാങ്ങിക്കൊണ്ടുവന്ന് ഒന്നായി വാരി വിതരണം ചെയ്തു. സുന്നികൾക്ക് മുഴുവനും ആവേശം പകരാൻ വേണ്ടി മിഠായി വിതരണം ചെയ്തു. ഇതൊക്കെ പൂനൂർ നടന്നതാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് 2 മിനിറ്റ് താമസിച്ചാലും വിരോധമല്ല. ഈ കാര്യം കുട്ടികളൊക്കെ അറിയണം. KP ഹാജി മിഠായി വാങ്ങിക്കൊണ്ടുവന്ന്, മക്കളെ ഇവിടെ കറണ്ടും ലൈറ്റും ഒന്നുമില്ല, പെട്രോൾ മക്സാണ് കത്തിക്കുന്നത്, അവിടെ ആ വിളക്കാരോ നേരത്തെ കത്തിച്ചു വെച്ചതാ, ഒറ്റ മനുഷ്യരെ കാണാനില്ല കേട്ടോ, നമ്മളെ ആലിമ്യങ്ങൾ ഇത് ഒന്നായി രണ്ടാമത്തെ ദിവസവും അണിനിരന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികൾക്ക് ആയിരക്കണക്കാളുകൾക്ക് മിഠായി വിതരണം ചെയ്തു. അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ശക്തിപ്പെടുത്താൻ ആവേശം പകർന്ന ആളുകൾ, അതിനും ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളാണ് ആ കാലത്ത് നേതൃത്വം വഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ നഗറിന് അവേലത്ത് തങ്ങളുടെ നാമം വെച്ചിട്ടുള്ളത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ മഹാന്മാർക്കെല്ലാം നിങ്ങൾ ദുആ ചെയ്യണം. അർഹമർ റഹീമായ മലിക്കുൽ മുൽക്കായ റഹ്മാനായ റബ്ബേ, ആ മഹാന്മാരെല്ലാം. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ ഇനിയും പറയുന്നില്ല, പേര് പറയുന്നില്ല. കോളിക്കൽ പള്ളിയിൽ ഒറ്റ വാക്കോട് പറയാം. കോളിക്കൽ ജുമാഅത്ത് പള്ളിയിൽ തറാവിയും കരിക്കുമ്പോൾ വേറെ കൂട്ടർ ഇങ്ങോട്ട് വന്നു, ഞങ്ങൾക്ക് 8:30 ഇപ്പം കരിക്കണം മുകളിൽ നിന്ന്, താഴെ 20 കരിക്കുന്നത് അപ്പം തന്നെ 8 കരിക്കണം മുകളിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. മലപ്പുറം ജില്ലയിൽ നിന്ന് പഴയ കാലത്ത് ഇവിടെ വന്ന ആ മലപ്പുറത്തെ ധൈര്യമുള്ള മരക്കാർ ഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. 6 മരക്കാർ ഹാജിയല്ല. ഇയാൾ പറഞ്ഞ് മരക്കാരെ റോഹ് പിരിഞ്ഞിട്ടല്ലാണ്ട് ഈ പള്ളിയിൽ നിന്ന് 2 നിസ്കാരം ഒരു സമയത്ത് സമ്മതിക്കൂല. 20 റക്അത്ത് താഴെ നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നീ 8 മുട്ടോ എന്തോ നിസ്കരിച്ചോ, അതുവരെ സമ്മതിക്കൂല എന്ന് പറഞ്ഞു. നിസ്കരിക്കുമെന്ന് മറ്റവരുമായി. ചുരുക്കി പറയാൻ ബഹളമായി, ആളുകൾ തടിച്ചുകൂടി. അപ്പോൾ ഒരാൾ പറഞ്ഞ് ഈ മാഫക്കി തങ്ങളെടുത്തിട്ട് മധ്യസ്ഥത്തിന് വെക്കുക. കോഴിക്കോട്ട് പോയി. പിറ്റേന്ന് മാഫക്കി തങ്ങൾ ഒരു 2 കൂട്ടർ സംസാരിച്ചിട്ട് തങ്ങൾക്കൊരു തീരുമാനം പറയാൻ കഴിയുന്നില്ല. അപ്പോ ഈ പറഞ്ഞ മരക്കാരാജിന്റെ ഒരു ഇളയ മകനുണ്ട്, അയാൾ ഇതിലൊന്നുമില്ല, ഹുസൈൻ ഹാജി. അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മാഫക്കി തങ്ങളെ നിങ്ങൾക്കൊരു വിവരം കേൾക്കണോ, ഈ കോളിക്കൽ ജുമാഅത്ത് പള്ളി എന്ന് പറയുന്ന പള്ളി എന്റെ പാപ്പൻ്റെതല്ല, അത് കോഴട്ടി മുതലാളി എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരൻ ഉണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളി പഴകിയപ്പോൾ എന്റെ പാപ്പ അത് പൊളിച്ചു നന്നാക്കിയതേ ഉള്ളൂ. ആ പള്ളിയുള്ള കാലത്ത് തന്നെ 20 റക്അത്ത് തറാവിയാണ് അവിടെ നിസ്കരിച്ചു വരുന്നത് എന്ന് ഹുസൈനാജി അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബാഫക്കി തങ്ങൾക്ക് ജീവൻ വെച്ചുപോയി. എന്നാ പിന്നെ ഏതായാലും അങ്ങനെ തന്നെ കൊല്ലാട് നിൽക്കട്ടെ, പിന്നെ നമുക്ക് പറയാമെന്ന് പറഞ്ഞ് തങ്ങൾ പറഞ്ഞ് തീരുമാനം പറഞ്ഞു വിട്ടു. അങ്ങനത്തെ കുറെ മരക്കാരുമാരും മൊയ്തുകുരുക്കന്മാരും കുറെ ആളുകൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച മഹാന്മാർ, ഹുസൈൻ ഹാജി തുടങ്ങി എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ.
അവർക്കെല്ലാവർക്കും നീ ദർജന ഏറ്റണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. بسم الله الرحمن الرحيم. نحمده صلى الله على رسول الكريم. ബഹുമാനപ്പെട്ട ഉലമാക്കളെ, സ്നേഹിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാലും പൂനൂറിൽ ഇത്ര മഴയും ഇടിയും കൊണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അണികൾ അനങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് വേറെ ഒരു വലിയ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മുജാഹിദീങ്ങൾക്ക് ഈ സ്ഥലത്ത് കാണിച്ചു കൊടുത്തു. മൗലൂദിന്റെ ഉസ്താദായ അബ്ബാസ് അൽ മാലിക്കി അവരുടെ സാന്നിധ്യത്തിൽ ഈ മൗലൂദ്, ആ മൗലൂദിന്റെ കൂടെ അള്ളാഹിന്റെ റഹ്മത്ത് അൽഹംദുലില്ലാഹ് ആഖിറത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇന്ന് എത്ര മഴന്റെ വെള്ളം കൊണ്ട് നമ്മൾ നനഞ്ഞോ, ഹൗസ കൗസറിന്റെ അത്രത്തോളം വെള്ളം നമുക്ക് അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. ഇത് ഉറച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഇന്ന് ഉള്ളാളും തങ്ങൾക്ക്, അതേപോലെ ഖാദർ മുസ്ലിയാർ അവർക്ക് ഈ സ്വീകരണത്തിൽ കേരളത്തിൽ നിന്ന് പല ഭാഗത്തുനിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു ആവേശത്തോടെ ഇന്ന് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം ഇന്ന് നൽകിയ ഉള്ളാൾ തങ്ങൾ അവர்கள் അങ്ങനത്തെ ഒരു മഹാന് ഒരു ജമാഅത്തിലും ഇന്ന് കേരളത്തിൽ കാണിക്കാൻ ഒരാളും കിട്ടൂല. ഈ ഇന്ന് പൂനൂറിൽ നടന്ന പോലെ തന്നെ ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് ഉള്ളാളത്തിൽ കർണാടകത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ, കാരണം ഉള്ളാളം തങ്ങളിൽ നിന്നാണ് ഏറ്റവും പ്രസിദ്ധിയുള്ളത്, മഹാനവറുകൾക്കുള്ള ഒരു സ്വീകരണം ഇൻഷാ അല്ലാഹ് ഏതായാലും ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അവിടത്തേക്ക് എത്തണമെന്ന് ഞാൻ കർണാടക മുഖേന നിങ്ങൾക്ക് ആഹ്വാനിക്കുന്നു. അൽഹംദുലില്ലാഹ് എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞ് നല്ലൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന് കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും യു പിയിലും ബീഹാറിലും ഒന്ന് ഞാൻ സമ്മതിക്കേണ്ടതാണ് ഉസ്താദിന്റെ ശക്തി. എനിക്ക് ഇനി 50 ആയിട്ടില്ല, നടക്കാൻ കാറിൽ ഓടാൻ പറ്റുന്നില്ല. ഉസ്താദ് ഈ വയസ്സിലും കൂടി ഇന്നലെ രാത്രി അവസാനം ബാംഗ്ലൂരിൽ പരിപാടി കഴിഞ്ഞത് 3 മണിക്കാണ് രാവിലെ ഇവിടെ എത്തിച്ചേർന്നു. അതേപോലെ 2 ദിവസം മുമ്പ് ഭദ്രാവതി ശിവമുഖത്ത് എന്റെ കൂടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ സ്ഥിതി ഒരു ദർസില്ലാത്ത മൊയിലാറ് പോലെയാണ്. ഈ എല്ലാ ഭാഗത്തും എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി ഉണ്ടെങ്കിലും, കാരണം ജിന്ന് ഇൻസിനെ ഇറക്കാനുള്ള ശക്തി ആലിമുകൾക്കുണ്ട്. ദുനിയാവിലുള്ള ശൈത്താന്മാർക്ക് ഇറക്കണമെങ്കിൽ അത് നമ്മളെ പറ്റൂന്നുള്ള, അത് സുന്നത്ത് ജമാഅത്തിന്റെ അണികൾക്ക് ഉള്ളതുകൊണ്ട് എവിടെയെല്ലാം ദുനിയാവിയായ ഇബ്ലീസിന്റെ ഷർറുണ്ടോ അവിടെ CM ഇബ്രാഹിം ഇൻഷാ അല്ലാഹ് എത്തും, സംശയം വേണ്ട. 2 ദിവസം ഇനി നാളെ കുട്ടിക്കാറ്റൂരും മലപ്പുറത്തും പല ഭാഗത്തും പരിപാടികളുണ്ട് ഇൻഷാ അല്ലാഹ്. എനിക്കും ഉസ്താദിനുള്ള ഒറ്റ ആശ, അവസാനത്തിന്റെ ആശ. എന്താശ? കോഴിക്കോട് വെച്ച് ഏറ്റവും വലിയ ഒരു പള്ളി, സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഓതിയ ബുർദ മജ്ലിസിന്റെ ഹക്കും ബർക്കത്തും കൊണ്ട്, ശേഖന്മാരെ, തങ്ങന്മാരെ, സാദാത്യന്മാരെ ഹക്കും ബർക്കത്തും കൊണ്ട് ആ പള്ളി നിർമ്മിക്കാനുള്ള ശക്തി നമുക്ക് എല്ലാവർക്കും കൊടുക്കുമാറാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ഡിതന്മാർ വളരെ അധികമുള്ള ഒരു സ്റ്റേജാണുള്ളത്. രാഷ്ട്രീയക്കാർ വളരെ കുറച്ചേ ഈ സ്റ്റേജിന് മുകളിലുള്ളൂ. ഞാനും സിഎമ്മും മാത്രമാണ് രാഷ്ട്രീയക്കാരായി ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുവാൻ ഞാൻ മുതിരുന്നില്ല. MLA എന്നുള്ള നിലക്കാണ് എന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ക്ഷണിച്ചത്. ആ സ്ഥാനം അദ്ദേഹം എനിക്ക് നൽകിയതാണ്. അസ്സലാമു അലൈക്കും. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഉസ്താദും അവരും പറഞ്ഞ ഒരു കാര്യവും ജീവിതത്തിൽ ഇവർ അനുസരിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് വിളിച്ചപ്പോൾ അനുസരിച്ചേ ഉള്ളൂ. നിങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് നീട്ടി പ്രസംഗിക്കുന്നില്ല. ഉസ്താദിനെ അനുസരിക്കുക എന്ന നിലക്ക് മാത്രം 5 മിനിറ്റ് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. ഈ മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ തണലിൽ തന്നെയാണെങ്കിലും എന്റെ സ്നേഹിതൻ ഉസ്താദ് അവരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി, അല്ലാഹു അദ്ദേഹത്തിന് ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യാൻ ജീവിതത്തിൽ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ പ്രധാന സംഘാടകരും ഈ സ്ഥാപനത്തിന്റെ പ്രധാനമായി നോക്കുന്ന വ്യക്തിയും എന്ന നിലക്ക് ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തിന് ദുആ ചെയ്യുന്നു, നന്ദി പറയുന്നു. സഹോദരന്മാരെ, അല്ലാഹു തആല താജുൽ ഉലമാ തങ്ങളവർക്കും എംഎ ഉസ്താദ് അവர்களுക്കും ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവர்களுക്കും മറ്റ് എല്ലാ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ദീർഘായുസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വകാന ഫദ്ലുല്ലാഹി അലൈക കബീറ. പരിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും, മുഴുവൻ സാമഗ്രികളും, മുഴുവൻ വിഷയങ്ങളും ഉണ്ടായിട്ട് ഖുർആൻ ആ വസ്തുക്കളെ സംബന്ധിച്ച് മുഴുവനും പറഞ്ഞ വാചകം ദുനിയാവിലുള്ള വസ്തുക്കൾ വളരെ തുച്ഛമാണ് എന്നാണ്. ആ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞത് വകാന ഫദ്ലുല്ലാഹി അലൈക കബീറ. അങ്ങേക്ക് അല്ലാഹു നൽകിയ ബഹുമാനം അത് വളരെ വലുതാണ് നബിയേ എന്നാണ്. അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ചൈനയിലും ഇന്ത്യയിലും ഒക്കെയുള്ള സർവ്വ സാമഗ്രികളും, സർവ്വ കണ്ടുപിടുത്തങ്ങളും, സർവ്വ വിൻമിന്നുകളും, സസ്യങ്ങളും മത്സ്യങ്ങളും എന്തെല്ലാം ഈ ഭൂമിയിലുണ്ട്, അതിനെ സംബന്ധിച്ച് മുഴുവനും ഒറ്റ വാക്കിൽ ദുനിയാവിലുള്ളതൊക്കെ വളരെ തുച്ഛമാണ് എന്ന് പറഞ്ഞ് വളരെ നോർമലായി പറഞ്ഞ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് വകാന ഫദ്ലുല്ലാഹി അലൈക കബീറ. അങ്ങേക്ക് അല്ലാഹു തന്ന ബഹുമാനം വളരെ വലുതാണ് നബിയേ എന്നൊരു സ്ഥലത്ത് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അങ്ങേക്ക് ആവശ്യമുള്ള മുഴുവൻ വിഷയങ്ങളും, അങ്ങേക്കറിയാത്തത് മുഴുവനും അല്ലാഹു അറിയിച്ചു തന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അങ്ങേക്ക് അല്ലാഹു നൽകിയ ബഹുമാനം അത് വളരെ വലുതാണ് നബിയേ, ഭയങ്കരമാണ് നബിയേ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുമ്പോൾ വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അങ്ങേക്ക് അല്ലാഹു തന്ന ബഹുമാനം ഭയങ്കരമാണ് നബിയേ എന്നാണല്ലോ പറയുന്നത്. ആ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞല്ലോ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ നബിയേ, അവിടുന്ന് മഹത്തായ സ്വഭാവത്തിന്റെ മേലാണ് നബിയേ. മഹത്തായ സ്വഭാവം അങ്ങയുടെ കീഴിലാണ് നബിയേ. ബറക്കത്തിന് വേണ്ടി
2 മിനിറ്റ് കൊണ്ട് ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ ഇരിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഖാദൂ യഖതതിലൂന അലാ വദൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വധുവെടുത്ത വെള്ളത്തിന് വേണ്ടി സഹാബത്ത് ഒന്നും തിരക്കും കൂട്ടിയിട്ട് സംഘട്ടനത്തിന്റെ വക്കിലോളം എത്താറുണ്ടെന്നല്ലേ ബുഖാരിയിൽ ഹദീസുള്ളത്. എന്നിട്ട് കിട്ടുന്ന വെള്ളം ശരീരത്തിൽ തൊട്ട് പുരട്ടുന്ന സഹാബത്ത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ നനവ് തൊട്ട് പുരട്ടാറുണ്ടെന്നല്ലേ ബുഖാരിയിലുള്ളത്. അത്രത്തോളം സ്നേഹിക്കുന്ന ലക്ഷക്കണക്കായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് കൂടിയിരിക്കുമ്പോൾ അതാ വരുന്നു ഒരു യഹൂദി, ജൂതനായ ഒരു മനുഷ്യൻ വരുന്നു. വന്നിട്ട് പറയുന്നു, മുഹമ്മദേ, താങ്കൾ എനിക്ക് തരാനുള്ള സംഖ്യ ഇപ്പോൾ തരണം. കടം വാങ്ങുക, കടം കൊടുക്കുക, ഹദിയ വാങ്ങുക, ഹദിയ കൊടുക്കുക. അത് പരസ്പര സൗഹാർദ്ദത്തിന്റെ ലക്ഷണമാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിങ്ങൾക്ക് ഹദിയ സ്വീകരിച്ചിട്ടുണ്ട്, അമുസ്ലിങ്ങൾക്ക് ഹദിയ കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിം സഹോദരന്മാർക്ക് കടം കൊടുക്കാറുണ്ട്, കടം അവരിൽ നിന്ന് സ്വീകരിക്കാറുമുണ്ട്. സൗഹാർദ്ദം പൂർണ്ണമായി പഠിപ്പിച്ച ലോക സമാധാനത്തിന്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടം കൊടുക്കാനുള്ളത് യഹൂദി പെട്ടെന്ന് വന്ന് പറയുകയാണ്, മുഹമ്മദേ, തരാനുള്ളത് ഇപ്പോൾ തരണം. അങ്ങനെ ചോദിച്ചാൽ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇപ്പോൾ എന്റെ കയ്യിലില്ല. യഹൂദി വിട്ടില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇപ്പോൾ തരണം. ഇപ്പോൾ എന്റെ കയ്യിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹത്തിന്റെ മറുപടി, എന്നാൽ ലാ ഉഫാരിഖുക, ഞാൻ നിന്നെ വിട്ടു പോകില്ല, നിന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും, ഒരു സ്ഥലത്തും നിനക്ക് പോകാനും കഴിയില്ല. അപ്പോൾ ആ നേതാവിന്റെ മറുപടി എന്താണ്? ലക്ഷക്കണക്കിന് അനുയായികളുള്ള നേതാവ്, അതും ജീവനക്കാർ സ്നേഹിക്കുന്ന അനുയായികളുള്ള നേതാവ്. ആ നേതാവിന്റെ മറുപടി എന്താണ്? ഇദൻ യുഹ്ബസുമാക്, അങ്ങനെ വന്നാൽ നിന്റെ കൂടെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പോലെ ഞാൻ ഇരിക്കും. നേരെ മറിച്ച് ഒരു വംഗത്വവും പറഞ്ഞില്ല. അതേ, അനീതിയുടെ അക്രമത്തിന്റെ ഭാഷ ഉപയോഗിച്ചില്ല. അനീതിയാണ് യഹൂദി ചെയ്തത്. പെട്ടെന്ന് വന്ന് സംഖ്യ ചോദിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇദൻ യുഹ്ബസുമാക്, എങ്കിൽ ഞാൻ നിന്റെ കൂടെ ബന്ദ് ചെയ്യപ്പെട്ടവനെ പോലെ നിൽക്കും. സുബ്ഹാനല്ലാഹ്. ളുഹൂർ നിസ്കാരം കഴിഞ്ഞു, അസ്ർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു, സുബ്ഹി കഴിഞ്ഞു, യഹൂദി പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്ഥലം വിട്ടിട്ടില്ല. ഒരേ നൃത്തം തന്നെ. സുബ്ഹി കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അനുയായികളിൽ നിന്ന് ചിലർ ആ യഹൂദിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൊണ്ടും കൈവിരലുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണാതെ, എടാ ഇറങ്ങട്ടെ കാണിച്ചു തരാം, എടാ ഇറങ്ങട്ടെ കാണിച്ചു തരാം എന്നിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധയിൽ അത് പെട്ടു. സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ചോദിക്കുന്നു, മാദാ തസ്നഊന ബിഹി, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തെ കൊണ്ട്? അവര് പറയുന്നു, നബിയെ, യഹൂദിയുൻ യഹ്ബിസുക, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ തങ്ങളെ ഒരു യഹൂദി ബന്ദ് ചെയ്യുകയോ? ഞങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയോ നബിയെ? സഹിക്കാൻ കഴിയോ നബിയെ? ആ സമയത്ത് അവിടുത്തെ മറുപടി എന്താണ്? മനഅനി റബ്ബി അൻ അദ്രിമ മുആഹദൻ വഗൈറ, നമ്മളുമായി കരാറിലും സന്ധിയിലുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ അല്ലാത്തവർ ആരെയും ആക്രമിക്കരുത്, ആരോടും അനീതി ചെയ്യരുത് എന്ന് എന്റെ റബ്ബിന്റെ നിർദ്ദേശമാണ്. ഓ അനുയായികളെ, നിങ്ങൾ അദ്ദേഹത്തെ ചൂണ്ടിയിട്ടോ കണ്ണുവെച്ചിട്ടോ ഭീഷണിപ്പെടുത്താൻ പാടില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ആ ലോക നേതാവ്, സമാധാനത്തിന്റെ വക്താവ്, ലോകത്തിന് മുഴുവൻ മാതൃകയായ നേതാവ്, ആ നേതാവിന്റെ പേരിൽ ഡെൻമാർക്കിൽ ഒരു പത്രം 4 വര വരച്ചാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, ക്രൂരനാണ് എന്ന് തോന്നിപ്പിക്കാൻ കഴിയുമെന്ന്
ഏതെങ്കിലും മുസ്ലിം വിരോധികൾക്ക് തോന്നിയെങ്കിൽ അവർ ലോകത്ത് വിഡ്ഢികളുടെ സ്വർഗത്തിലല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നോക്കൂ, വിശാലമായ കാഴ്ചപ്പാട് നോക്കൂ. ആ യഹൂദിയുടെ കൂടെ പിന്നെയും നിൽക്കുകയാണ്. പിന്നെയും ഉച്ച സമയമായി. ഉച്ചയായിട്ടും യഹൂദി പോകുന്നില്ല. ഉച്ചയും കഴിയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. യഹൂദി അതായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ച് ചൊല്ലുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നബിയേ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹരില്ലെന്ന് ഞാനിതാ മനസ്സിലോർപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന താങ്കൾ അല്ലാഹു പറഞ്ഞയച്ച ദൂതനാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇന്ന ശത്റമാനി ഫീ സബീലില്ലാഹ്. നബി അവിടുന്ന് തരാനുള്ള സംഖ്യ കുറച്ചല്ലേ? എന്നാൽ ഞാൻ വലിയ സ്വത്തുക്കാരനാണ്, വലിയ പണക്കാരനാണ്. എന്റെ സ്വത്തിന്റെ നേരെ പകുതി ഭാഗം ഞാനിതാ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്ക് ഞാൻ അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയത് ബിസിനസ് തുടങ്ങാനല്ലല്ലോ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയല്ലല്ലോ, ദീനിന് വേണ്ടി വാങ്ങിയ കടമല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ദീനിൽ ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം നീക്കി വെച്ചിരിക്കുന്നു നബിയെ. വീണ്ടും അദ്ദേഹം പറയുന്നു, ഓ നബിയെ, തങ്ങളെ കൊണ്ട് ഞാൻ എന്തിനാണ് ഇത്രയും ചെയ്തതെന്ന് അറിയാമോ? ഞാൻ തൗറാത്ത് പഠിച്ച യഹൂദിയാണ്. ആ തൗറാത്തിൽ അവസാനം വരുന്ന നബിയുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യേകത പറഞ്ഞ സ്ഥലത്ത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത മനസ്സുള്ള ആളല്ല, ദുഷിച്ച സ്വഭാവമുള്ള വ്യക്തിയല്ല, ലോകത്തെ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ വക്താവാണ് എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങാടി വിളിച്ച് ശബ്ദമുണ്ടാക്കുന്ന വ്യക്തിയല്ല, മോശമായത് സംസാരിക്കുന്ന വ്യക്തിയല്ല, അനാവശ്യമായ സ്വഭാവങ്ങൾ കാണുകയില്ല എന്നിങ്ങനെ ആ അവസാനത്തെ നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിശേഷണങ്ങൾ മുഴുവനും അങ്ങയിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളത്. നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. അത് 100% എനിക്ക് ബോധ്യപ്പെട്ടു പോയി. തൗറാത്തിൽ പറഞ്ഞ നബി അവിടുന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പോരാ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം അല്ലാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചു എന്നാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, നബിയേ, ഫക്കും ഫീ മാലി ബിമാ ശിഅത. എന്റെ സ്വത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് എന്ത് തീരുമാനമാണോ എടുക്കാൻ തോന്നുന്നത് തങ്ങളെ ഇഷ്ടം പോലെ തീരുമാനിച്ചോ നബിയെ. പകുതി എന്ന കണക്കില്ല. എനിക്ക് തങ്ങൾ എന്തെങ്കിലും തരുന്നെങ്കിൽ തന്നോളൂ. എന്റെ സ്വത്ത് മുഴുവനും അങ്ങേ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സമ്പത്തും ശരീരവും മനസ്സും കുടുംബവും എല്ലാം പൂർണ്ണമായി അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണല്ലോ ഒരാൾ സത്യവിശ്വാസിയാകുന്നത്. ഞാനിതാ എന്റെ സ്വത്ത് മുഴുവനും അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇഷ്ടം പോലെ തീരുമാനിച്ചോളൂ നബിയേ. ആ യഹൂദി ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ് സഹോദരന്മാരെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം കൊണ്ടാണ് ലോകത്തെ കീഴ്പ്പെടുത്തിയത്. സ്വഭാവത്തിന്റെ നന്മ കൊണ്ടാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. വാളിന്റെ ശക്തി കൊണ്ടല്ല, ഭീകരതയിലൂടെയല്ല, തീവ്രവാദത്തിലൂടെയല്ല, അതേ ക്രൂരതയുടെ അല്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും അത് ഉൾക്കൊള്ളാനും എന്നും നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന താജുൽ ഉലമാ തങ്ങളുടെയും അതുപോലെ കാന്തപുരം ഉസ്താദിന്റെയും എം എ ഉസ്താദിന്റെയും മറ്റു സാദാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് ഓ സുന്നത്ത് ജമാഅത്ത്
ജമാഅത്തിന്റെ ചെറുപ്പക്കാരെ, നമുക്ക് SSF-ന്റെയും SOS-ന്റെയും കീഴിൽ അതാ വിചാരണ നടക്കാൻ പോവുകയാണ്. വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതനവീകരണം വിചാരണ ചെയ്യപ്പെടുകയാണ്. ആ വിചാരണ അത് അല്ലാഹുവിന്റെ ദീനിൽ ഭേദഗതി വരുത്തിയവർക്കെതിരെയുള്ള വിചാരണയാണ്. ആ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം പരിപാടികൾ SYS-ഉം SSF-ഉം ഇവിടെ സംയുക്തമായി നടത്തുന്നുണ്ടോ, ഒറ്റക്കൊറ്റക്ക് നടത്തുന്നുണ്ടോ, അതിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും ഓരോ ചലനങ്ങളും ഓരോ സമ്പത്തുകളും അത് അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താനുള്ള യഥാർത്ഥ ജിഹാദാണ്. അതാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. അല്ലാതെ ബോംബ് നിർമ്മിക്കലല്ല, അതുപോലെ അനാവശ്യം ചെയ്യലല്ല. ഈ ജിഹാദിനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അരയും തലയും മുറുക്കി ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കണമെന്നും നമ്മുടെ പത്രമായ സിറാജ്, നമ്മുടെ പത്രമായ സുന്നി വോയിസ്, നമ്മുടെ പത്രമായ റിസാല അതിന്റെ പ്രചരണ പ്രവർത്തന രംഗങ്ങളിൽ എല്ലാവരും സജീവമായി ഉണ്ടാകണമെന്നും ഇനി അങ്ങോട്ട് സുന്നത്ത് ജമാഅത്തിന്റെ മക്കളുടേതാണ് കേരളം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ കയ്യിലാണ് ഇന്ത്യ രാജ്യത്തെ മതപ്രവർത്തനം എന്ന് തെളിയിക്കപ്പെടുന്ന വിധത്തിൽ നമ്മുടെ ചലനങ്ങളല്ലാതെ, നമ്മുടെ ആശയങ്ങളല്ലാതെ, നമ്മുടെ ആദർശങ്ങളല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളല്ലാതെ, ഔലിയാഇന്റെ മഹത്വമല്ലാതെ, ദീനിന്റെ ശരിയായ രൂപമല്ലാതെ മറ്റൊന്നിനും ഇവിടെ നിലനിൽപ്പില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വിധത്തിൽ SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാർ സജീവമായ പ്രവർത്തന രംഗത്തുണ്ടാകണമെന്നും അതിന്റെ പേരിൽ സ്ഥാനമാനങ്ങളോ പത്രത്തിൽ പേര് വരലോ സ്വാഗതം കിട്ടലോ നന്ദി എന്തെങ്കിലും ഫോട്ടോ വരലോ അത് നമ്മുടെ ലക്ഷ്യമാക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അതിനെ ഫലമുള്ളൂ, അതിനെ ഉപകാരമുള്ളൂ, അതുകൊണ്ടേ രക്ഷയുള്ളൂ, അവനെ കൊടുക്കുന്നവരുള്ളൂ, അവനെ തടയുന്നവരുള്ളൂ. ഈ ഒരു ലക്ഷ്യത്തിൽ മറ്റൊരാളെ ആക്ഷേപിക്കുന്നതിന് പകരം, അവൻ പ്രവർത്തിച്ചില്ലെന്ന് കുറ്റം പറയുന്നതിന് പകരം ലഹും മാ കസബു വലക്കും മാ കസബതും, ഓരോരുത്തരും ചെയ്തതിന്റെ പ്രതിഫലം അവരവർക്ക് കിട്ടും, നമ്മൾ ചെയ്തതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന നിലയ്ക്ക് കൂടുതൽ സേവനം എനിക്ക് ചെയ്യണം, കൂടുതൽ പ്രവർത്തനം എനിക്ക് നടത്തണം, എനിക്കെന്തിലും മുന്നിലുണ്ടാകണം എന്ന അങ്ങേയറ്റത്തെ ഉത്കടമായ ആഗ്രഹത്തോടെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സർവ്വസ്ഥലങ്ങളിലും സജീവമാക്കണമെന്നും എല്ലാ മഹല്ലത്തുകളിലും SSF-ന് യൂണിറ്റ് വേണം, SYS-ന് യൂണിറ്റ് വേണം, എല്ലാ മഹല്ലത്തുകളിലും SYS-നും SSF-നും ഓഫീസ് വേണം, ഓഫീസുകളിൽ ലൈബ്രറികൾ വേണം, അവിടെ CD ലൈബ്രറികളും ഓഡിയോ ലൈബ്രറികളും പുസ്തക ലൈബ്രറികളും വേണം. പോരാ, ഓരോ വീടുകളിലും അതാ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ CD-കൾ എത്തിക്കണം, ഓഡിയോ കേസറ്റ് എത്തിക്കണം, ഓരോ വീടുകളിലും കൊടുത്ത് തിരിച്ചു വാങ്ങണം, അത് മറ്റൊരു വീട്ടിൽ കൊടുക്കണം. അങ്ങനെ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈമാൻ, സൽക്കർമ്മം, സത്യം കൊണ്ടുള്ള ഉപദേശം, സത്യത്തിന്റെ പ്രചരണം, ആ പ്രചരണ സമയത്തുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ക്ഷമ, ഈ 4 കാര്യം മുറുകെ പിടിച്ചവരെ വിജയിക്കുകയുള്ളൂ എന്ന് റബ്ബ് പറഞ്ഞത് ഓർമ്മിച്ച് ആത്മാർത്ഥമായ പ്രവർത്തനത്തിലായിരിക്കണമെന്ന് ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങൾ ആദരിച്ച മഹാന്മാരായ നേതാക്കൾ, ഞങ്ങൾ ആദരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾ, ഞങ്ങളുടെ നേതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനേ. മർക്കസു സഖാഫത്തി സുന്നിയ മുതൽ ജാമിഅ സയ്യിദിയ മുതൽ മഖറു സുന്നി മുതൽ മഅദിനുകളും മജ്മഅകളും അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ സർവ്വ സ്ഥാപനങ്ങളെയും നീ ഏറ്റെടുത്ത്, ഈ സ്ഥാപനവും അതുപോലെ സർവ്വ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് അന്ത്യനാൾ വരെ നിന്റെ ദീനിന് ഉപകരിക്കുന്ന നിലക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനേ. ഈ സദസ്സിന് എങ്ങനെ നന്ദി അറിയിക്കണം എനിക്കറിയില്ല. ഈ സദസ്സ് ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ, വിജയിപ്പിച്ചെടുക്കാൻ അഹോരാത്രം പണിപ്പെട്ട വളണ്ടിയേഴ്സ്, കോരിച്ചൊരിയുന്ന വകവെക്കാതെ ഈ പ്രദേശത്തെ ഭംഗിയായി ചിട്ടപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ സദസ്സിലെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്കർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഏറ്റവും കഷ്ടപ്പെട്ട നമ്മുടെ സൗണ്ടിൻ്റെ പ്രവർത്തകന്മാർ, അവരോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ട് നമ്മൾ.
അങ്ങേയറ്റം കഷ്ടപ്പെട്ടാണ് അവർ നമ്മോട് ഈ ശബ്ദം ഈ രൂപത്തിൽ നിർത്താൻ സഹകരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ഇവിടെയുള്ള അയൽവാസികൾ, ഇതിൻ്റെ സംഘാടകരായ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. 3 സ്വലാത്തോടെ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.